എല്ലാവർക്കും എൻ്റെ AMR ഫുഡ് ആൻഡ് ട്രാവൽ ബ്ലോഗിലേക്ക് സ്വാഗതം. ചങ്ങായിമാരെ കേറിപ്പോന്നോളിൻ. അങ്ങനെ ഞാൻ ഇന്ന് തൃശ്ശൂരിലേക്ക് പോകുന്ന വഴിയിൽ അങ്കമാലി എത്തിയിരിക്കുന്നു. അങ്കമാലി എത്തുമ്പോൾ ഈ വണ്ടിന്ന് ഭയങ്കര എന്താ പറയുക, വണ്ടി ഇന്നലെ യാത്ര കൂടുതലായതുകൊണ്ട് എനിക്ക് വാഷ് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് ഈ വണ്ടിയിൽ മൈനോട്ട് പൊടി കൂടുതലുണ്ട്. അപ്പോൾ നമ്മളൊരു ഫ്രണ്ട് ഇവിടെ എത്തിയപ്പോൾ നമ്മളെ ഫ്രണ്ട് ഒരു മൊബൈൽ കാർ വാഷ് തുടങ്ങിയതായിട്ട് പറഞ്ഞു. അപ്പോൾ എവിടെ വന്നാലും നമുക്ക് ചെയ്തിട്ട് നമുക്ക് ആ പുള്ളിനൊന്ന് വിളിക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് നമുക്ക് അറിയുകയും ചെയ്യാം. നമുക്ക് വണ്ടി ഒന്ന് വാഷ് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് അങ്കമാലി ഈ ഇന്ത്യൻ ഓയിൽ പമ്പിൻ്റെ തൊട്ടടുത്താണ്. ആ കാഴ്ചകൾ നമുക്ക് കാണാം. നമുക്ക് ഇവിടെ വണ്ടി നിർത്തി ആളൊന്ന് വിളിച്ചു നോക്കാം. ആള് വന്ന് കൈ തരണമെങ്കിൽ വളരെ ഉപകാരമായി. നമുക്ക് ഈ പമ്പിന്റെ ബാക്കിൽ ഒരു നല്ലൊരു പാർക്കിംഗ് ഉണ്ട്. ആ പാർക്കിങ്ങിലേക്ക് നിർത്തിയിട്ട് നമുക്ക് ആളെ വിളിക്കാം. അതുപോലെ തന്നെ ദൂരെ യാത്ര ചെയ്ത് വരുന്നവർക്കൊക്കെ നല്ല ഫെസിലിറ്റി ഉണ്ട് കേട്ടോ ഈ പമ്പിൽ. റൈറ്റ്സിലും കാണാം ടോയ്ലറ്റ് ഫെസിലിറ്റി ഉണ്ട്. അതുപോലെ ഇന്ത്യൻ ടോയ്ലറ്റ്, യൂറോപ്യൻ ടോയ്ലറ്റ്, എല്ലാ സൗകര്യങ്ങളും ഇട്ടുണ്ടോ. ഈ ഭക്ഷണമൊക്കെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുപോയവർക്കൊക്കെ ഒത്തിരി നേരം റെസ്റ്റ് എടുത്ത് ഭക്ഷണമൊക്കെ കഴിച്ച് ഒന്ന് ഫ്രഷ് ആയി ദൂരെ യാത്ര തുടർന്ന് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയൊരു പ്ലേസ് ആട്ടോ. ഇനി നമുക്ക് ഓനൊന്ന് വിളിച്ചു നോക്കേ. ഞാൻ നമുക്ക് അഖിൽ ബാബുനൊന്ന് വിളിച്ചു നോക്കാം. ഞാൻ ഫോണ് കണക്ട് ചെയ്ത് നോക്കട്ടെ, ഒന്ന് വിളിച്ചാൽ കിട്ടുമെന്നുള്ളത്. ആളെ വിളിച്ചിട്ട് റിങ് ചെയ്യണ്ടേ, നമുക്ക് ചോദിക്കാം. ഹലോ, കാർക്ലെൻസ് അങ്കമാലി. അതെ, അഖിൽ ബാബു അല്ലേ? അതെ, ഞാനിവിടെ ഇന്ത്യൻ ഓയിൽ പമ്പില് അങ്കമാലി ഉണ്ട്. നമ്മളെ വണ്ടി ഒന്ന് വാഷ് ചെയ്യാൻ വേണ്ടിട്ട് ഒന്ന് വരാൻ വേണ്ടിട്ടായിരുന്നു. ഫ്രീ ആണോ? പിന്നെന്താ, ഞാൻ അങ്കമാലി ഓക്കെ, ഞാനിപ്പോ ഉള്ള സ്ഥലം ലൊക്കേഷൻ ഞാൻ ഷെയർ ചെയ്തരേ. ഓക്കെ. അങ്ങനെ ഞാനിപ്പോ അങ്കമാലിയിൽ ഞാൻ നിൽക്കുന്ന സ്ഥലത്തേക്ക് ആളെ ലൊക്കേഷൻ ഷെയർ ചെയ്ത് കൊടുത്തിരിക്കുന്നു. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ പുള്ളി വരുന്ന ദൃശ്യങ്ങളും ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ എങ്ങനെയുണ്ട് ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ച് മനസ്സിലാക്കി ഞാൻ പുള്ളിനെ വെയിറ്റ് ചെയ്തിരിക്കട്ടെ. ആ പുള്ളി വരുന്നത് നിങ്ങൾക്ക് കാണാം. അതുപോലെ തന്നെ ഈ കുഞ്ഞു വണ്ടിയിലട്ടോ എല്ലാ സെറ്റപ്പും നമ്മൾ വണ്ടികളിലെല്ലാം എല്ലാ സെറ്റപ്പ് ചെയ്ത്. അതുപോലെ ഈ സംഭവം ഉണ്ടല്ലോ എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്നുണ്ട്. ടൈം വേസ്റ്റ് ചെയ്ത് അപ്പോൾ ഞാൻ യാത്ര പോകുമ്പോൾ എനിക്ക് ടൈം വേസ്റ്റ് ചെയ്യാതെ ചെയ്തു തരാമെന്ന് പറഞ്ഞ് 10-25 മിനിറ്റോണ്ടുള്ളിൽ പുള്ളി അടിപൊളിയാക്കി കുട്ടപ്പനാക്കി നമ്മൾ വണ്ടി വാഷ് ചെയ്ത് തരാമെന്ന് പറഞ്ഞ്. അതുപോലെ ഈ കുഞ്ഞു വണ്ടിയിൽ എന്തൊക്കെ സെറ്റപ്പാണ് ചെയ്തതെന്നിട്ട് നമുക്ക് നോക്കട്ടോ. ഇതൊരു ബിസിനസ്മാനോ അല്ലെങ്കിൽ ഒരു ബിസി ഉള്ള ഒരു വ്യക്തിക്കോ തീർച്ചയായിട്ടും യൂസ്ഫുൾ ആവുന്ന ഒരു സംരംഭം തന്നെയാണ് ഈ പരിപാടി. നമ്മൾ ടൈം വേസ്റ്റ് ചെയ്യാതെ നമുക്ക് കാർ വാഷ് ചെയ്ത് കിട്ടും. അങ്ങനെ നമ്മുടെ അഖിൽ ബാബുവിനെ നമ്മുടെ സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തിയിരിക്കുകയാണ് നമ്മുടെ കാർ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ അഖിൽ ബാബുവിൻ്റെ ഒരു പുതിയ പരിപാടിയുമാണ് ഈ സംഭവം. അപ്പോൾ മൊബൈൽ കാർ വാഷിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് ചോദിച്ചറിയാം. അഖിൽ ബാബു തൊട്ടടുത്ത് നിൽക്കുന്നുണ്ട്. അഖിലോട് ചോദിക്കുക, എന്തൊക്കെ കാര്യങ്ങളാണ് അഖിൽ ബാബു ഇതിൽ നിങ്ങൾ ചെയ്തു കൊടുക്കുന്നത്? എന്തൊക്കെ ഫെസിലിറ്റിയാണ് നിങ്ങൾ കസ്റ്റമർക്ക് ചെയ്യുന്നത്? നമ്മുടെ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാർ വാഷിംഗ് ഉണ്ട്, ഡീറ്റെയിലിംഗ് ഉണ്ട്, പിന്നെ നമ്മുടെ അണ്ടർ ബോഡി വാഷ് വരുന്നുണ്ട്, എൻജിൻ റൂം വാഷ് വരുന്നുണ്ട്, ഓൾ ഓവർ ഡീറ്റെയിലിംഗ്, പോളിഷിങ്, അങ്ങനെ എല്ലാ തരത്തിലുള്ള കാറിൻ്റെ എല്ലാ ഡീറ്റെയിലിംഗും നമ്മുടെ വരുന്നുണ്ട്. നമുക്ക് ഈ കാര്യങ്ങളിലൊക്കെ പോവാം. വണ്ടി ഇതാണ് ഒമ്നിയാണ് പുള്ളി തിരഞ്ഞെടുത്തത്. ഒമ്നിൻ്റെ വണ്ടിയുടെ കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്തുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് പറയും അഖിൽ. ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് പറയും. കസ്റ്റമറുടെ നമ്മൾ ഡോർ സ്റ്റെപ്പിൽ അവർക്ക് വേണ്ട എല്ലാ സാധനങ്ങളും, നമുക്ക് വാഷ് ചെയ്യാനുള്ള കറണ്ട്, വെള്ളം, നമുക്ക് വേണ്ട ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ കൊണ്ടു ചെല്ലും. അതായത് കസ്റ്റമറുടെ നമ്മൾ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. നമ്മളൊരു അരമണിക്കൂറിനുള്ളിൽ നമ്മൾ വണ്ടി ഫുൾ വാഷ് ചെയ്ത് അവർക്ക് കയ്യിൽ കൊടുക്കും.
അങ്ങനെ നമ്മളെ വണ്ടി ഷാമ്പൊക്കെ അടിച്ചു കഴിഞ്ഞതിൻ്റെ ശേഷം ഉണ്ടല്ലോ നന്നായിട്ട് ഒരച്ചം കൂടെ തേക്കുന്ന കാഴ്ചട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഷാമ്പും കൊണ്ട് പതിപ്പിച്ച് തേക്കുന്നുണ്ട്. അതുപോലെ ദാറോ ഗ്രീസോ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ തന്നെ ആ വെള്ളത്തിൻ്റെ പ്രഷറോല് കാര്യങ്ങളൊക്കെ ക്ലീൻ ആയി പോയിട്ടുണ്ട് കേട്ടോ. നല്ല ലുക്ക് കാര്യങ്ങളും ഷൈനിങ്ങും വരുന്നുണ്ട് കേട്ടോ. തേക്കുന്നതിനനുസരിച്ച് നമുക്ക് ആ കാഴ്ച ഒന്ന് കാണാൻ ബാക്കി. നമ്മുടെ ഇന്നത്തെ ജീവിത സാഹചര്യം നല്ല ഓട്ടത്തിൽ ആർക്കും ആരെ നോക്കാനോ ആരെ സഹായിക്കാനോ സമയമില്ല. സമയം വലിയ വിലപ്പെട്ട ഒരു സംഭവം തന്നെ. അങ്ങനത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും കാറുകൾ ഉണ്ടാവുമോ അല്ലെ ബൈക്ക് ഉണ്ടാവില്ലേ? നമ്മൾ ബൈക്ക് കാറൊക്കെ ഒന്ന് വൃത്തിയായി സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടല്ലോ. നമ്മുടെ വീട്ടിൽ വന്ന് നമ്മുടെ അഖിൽബാബു എല്ലാ കാര്യങ്ങളും നല്ല പെർഫെക്റ്റ് ആക്കി വൃത്തിയാക്കി തരും കേട്ടോ. നിങ്ങൾക്ക് ഏവർക്കും അഖിൽബാബുവിനെ വിളിക്കുക കേട്ടോ. നല്ല സർവീസാണേ. നമ്മുടെ വണ്ടി അഖിൽബാബു ഉണ്ടല്ലോ വെറും 20 മിനിറ്റ് കൊണ്ടുണ്ടല്ലോ നല്ല ഷൈനിങ് കുട്ടപ്പനാക്കി തന്നിരിക്കുക. നിങ്ങൾക്ക് കാഴ്ചകളിലേക്ക് നിങ്ങൾക്ക് കാണാം വണ്ടീൻ്റെ വൃത്തിയും കാര്യങ്ങളോ. അതുപോലെ തന്നെ നമുക്ക് അകത്താണെങ്കിൽ ചവിട്ടിന് മേലായിട്ടൊരു പേപ്പർ അവരെ പരസ്യത്തിൻ്റെ ഇടുണ്ട്. അതായത് പെട്ടെന്ന് അയക്കാവാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ല ഒരു വൃത്തിയിൽ തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ അഖിൽബാബു ചെയ്തു തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ട ഒരു സംഭവം തന്നെയാണ് അവൻ തുടങ്ങിയ സംരംഭം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആരുണ്ടെങ്കിലും ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ബാക്കി എല്ലാ ഡീറ്റെയിൽസും ഇട്ടൊക്കെ എല്ലാവരും ഒന്ന് അവനെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. ഈ അങ്കമാലിയുള്ള ഒരു 10-20 കിലോമീറ്ററിനുള്ളിൽ എല്ലാ വീടുകളിൽ വന്ന് തന്നെ അഖിൽബാബു നിങ്ങൾക്ക് സർവീസ് ചെയ്തു തരുന്നതാണ്. അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഇടുക. എല്ലാവരും ഒന്ന് നമ്മുടെ അഖിലിനെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കണേ. അങ്ങനെ എൻ്റെ വണ്ടീൻ്റെ ഫുൾ വർക്ക് കഴിഞ്ഞു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇനി അഖിൽ ബാക്കിയുള്ള കസ്റ്റമേഴ്സിന് അതുപോലെ വീടുകളിലൊക്കെ ചെന്ന് സോഫ കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യുന്നത് അതിൻ്റെ ഒക്കെ ഫുൾ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് നമുക്ക് അഖിൽബാബുവിനോട് തന്നെ ചോദിച്ച് നമുക്ക് അറിയാം. ഒന്ന് ചോദിച്ചു അഖിൽബാബു എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ഫെസിലിറ്റി നിങ്ങൾ കസ്റ്റമേഴ്സിന് ചെയ്ത് കൊടുക്കുന്നത്? നമ്മളിപ്പോൾ കാർ വാഷിങ്ങിൽ തന്നെ വാട്ടർ വാഷ് മാത്രമല്ല സ്റ്റീം സർവീസസും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അതായത് നമ്മുടെ വൈറസ് ഇപ്പോൾ കൊറോണയുടെ കോവിഡിൻ്റെ പ്രശ്നമുള്ള കാരണം നമ്മൾ സാനിറ്റൈസേഷൻ പോലുള്ള സ്റ്റീം സർവീസസ് എല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട്. സ്റ്റീം ഇൻറ്റീരിയർ ക്ലീനിങ്, അതുപോലെ തന്നെ നമ്മൾ വീടിൻ്റെ ആയാലും സ്റ്റീം ക്ലീനിങ്, വാക്വം, സോഫ ക്ലീനിങ്, അടഞ്ഞിടക്കുന്ന വീടുകളിലുള്ള ഫുൾ ക്ലീനിങ് അടക്കം നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് സ്ക്വയർ ഫീറ്റ് റേറ്റിന്. പിന്നെ അത് കൂടാതെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള സർവീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടികൾ കൊറോണയായിട്ട് ഓടാണ്ട് എടുക്കുന്ന ബസ്സുകൾ അങ്ങനെയുള്ള വണ്ടികളെല്ലാം നമ്മൾ നമ്മുടെ ഫുൾ സർവീസ്, അതായത് സീറ്റ്, ഇൻറ്റീരിയർ, എക്സ്റ്റീരിയർ എല്ലാം നമ്മളെല്ലാം എല്ലാ രീതിയിലും എല്ലാ സർവീസസും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അത് നമ്മളിപ്പോൾ ഞാൻ അങ്കമാലിയിലാണ് കാർക്ലെൻസ് എന്ന് പറഞ്ഞ ഒരു ടീമിൻ്റെ ഫ്രാഞ്ചൈസി എടുത്തിരിക്കുകയാണ്. അത് ഈ കേരളത്തിൽ തന്നെ അത്യാവശ്യം നമ്പർ 1 മൊബൈൽ കാർ വാഷിംഗ് കമ്പനിയാണ്. അതുപോലെ തന്നെ നീ എങ്ങനെയൊക്കെ അതിൻ്റെ ചാർജസ് ഡീൽ ചെയ്യുന്നത്? ചാർജസ് നമ്മളിപ്പോൾ ഒരു നോർമൽ കാറാണെങ്കിൽ 500 ആണ് നമ്മുടെ കമ്പനി പറയുന്ന റേറ്റ്. പക്ഷെ ഞാൻ ഇവിടെ ചെയ്ത് കൊടുക്കുന്നത് 400-നാണ്. ബൈക്കാണെങ്കിൽ നമുക്കൊരു 200-നാണ് ഞാൻ ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ. ബസ്സൊക്കെ ആണെങ്കിൽ സീറ്റിനനുസരിച്ചും വണ്ടിയുടെ വലിപ്പം കാര്യങ്ങളൊക്കെ അതൊക്കെ ഓരോ ഇത്. ഓക്കെ. വീട്ടിലെ ഹോംമെയ്ഡ് പറഞ്ഞല്ലോ ഇപ്പൊ സോഫ, കസേര, അതുപോലെ എങ്ങനെയാ ചാർജസ്? അതൊക്കെ 2+1 എന്ന് പറഞ്ഞ മോഡൽ സെറ്റി സോഫ ഒക്കെ ആണെങ്കിൽ നമ്മൾ 2000-നാണ് ചെയ്ത് കൊടുക്കുന്നത്. അത് ഓരോന്നിനും ഓരോ റേറ്റ് ഉണ്ട്. അത് ഞാൻ 𝐂𝐀𝐑 തരാം. അപ്പോൾ അത് നോക്കിയിട്ട് ഇടാലോ. ഓക്കെ. അങ്ങനെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തിയേക്കണേ.